നമസ്കാരം. നാടിൻ്റെ നാവുന്നേര് നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തുവാസി. ഓണം സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഓണം തിരിച്ചു പോവുകയാണ്. ഇന്ന് മൂന്നാം ഓണമാണ്. എങ്കിലും ഓണത്തിൻ്റെ ആരവങ്ങൾ ഇനിയും മാറിയിട്ടില്ല. ഓണം സന്തോഷത്തിൻ്റെ നിമിഷമാണ്, ആഹ്ലാദത്തിൻ്റെ നിമിഷമാണ്, പങ്കുവെക്കലിൻ്റെ നിമിഷങ്ങളാണ്. തീർച്ചയായിട്ടും ജാതി മതവും വർണ്ണവും ഒരു വ്യത്യാസവുമില്ലാതെ ആഘോഷിക്കേണ്ട ഓണനാളുകളാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു. ഇത് ഒരു വിഭാഗത്തിൻ്റേത് എന്ന് പറഞ്ഞൊരു ഭിന്നത ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില മനസ്സ് ദുഷിച്ചവർ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അവരുടെ ചില പെരുമാറ്റങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴും ചിലർ ഇത് ഞങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടേതല്ല എന്ന് പറയുമ്പോഴും അതും വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇത് മിത്തായാലും യാഥാർത്ഥ്യമായാലും എവിടെയുള്ള മലയാളികൾക്ക് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ നൽകുന്ന ഈ സന്ദർഭത്തെ നാട്ടുവട്ടം ഹൃദയത്തോട് ചേർക്കുകയാണ്. നമുക്ക് ഇന്ന് ഓണവാർത്തകളുണ്ട്. ഒപ്പം ഈ ഓണദിനത്തിൽ ഒരു മഹാനായ മനുഷ്യൻ പോരാട്ട വീര്യം നടത്തിയ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം കൂടിയായിരുന്നു ചതയ ദിനം. അവിട്ട ദിനം, അവിട്ടാഘോഷത്തിൻ്റെ വാർത്തകളും ഞങ്ങൾ തീർച്ചയായിട്ടും അതേ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകും. ഇന്നത്തെ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് അയ്യങ്കാളിയുടേത്. എം നൗഷാദ് MLA. മേലാളന്മാരോട് അതീശ ശക്തികളോടും നിർഭയം നടത്തിയ അയ്യങ്കാളി ഉൾപ്പെടെയുള്ള മഹാത്മാക്കളുടെ പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്നത്തെ കേരളമെന്ന് എം നൗഷാദ് MLA. KPMS ചന്ദനത്തോപ്പ് യൂണിയൻ സംഘടിപ്പിച്ച അയ്യങ്കാളി ജയന്തി അവിട്ടാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ വി സജു അധ്യക്ഷത വഹിച്ചു. ഇളമ്പള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ST അഭിലാഷ്, കൊറ്റങ്കര പഞ്ചായത്ത് അംഗം രഘു പാണ്ഡവപുരം, പെരിനാട് പഞ്ചായത്ത് അംഗം ഇടവട്ടം വിനോദ് എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ G ശർമ്മ സ്വാഗതവും സംഘാടക സമിതി ട്രഷറർ N രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു. വേണ്ടി അന്നത്തെ മേലാളന്മാരോട് ഏറ്റുമുട്ടി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ധൈര്യത്തോടുകൂടി വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന ഈ കേരളം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച സാമൂഹ്യ പരിഷ്കർത്താവായ മഹാത്മാ അയ്യങ്കാളി. ഇന്നിപ്പോ നോക്കുമ്പോ നമുക്കിവിടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള സിനിമ കാണാം. തങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ മഹാത്മാ അയ്യങ്കാളി നടത്തിയ പോരാട്ടത്തെക്കുറിച്ചോ മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇന്ന് കേരളം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. പക്ഷെ നടക്കാൻ പോലും അവകാശമില്ല, ദൈവത്തെ തൊഴാൻ അവകാശമില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ അവകാശമില്ല, മാറുമറയ്ക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളൊരു കാലഘട്ടം ഇന്ന് സങ്കല്പിക്കാൻ പറ്റുമോ ഇന്നത്തെ ജനതയ്ക്ക്? മഹാത്മാ അയ്യങ്കാളിയെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയില്ലായിരുന്നു എങ്കിൽ, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ പോരാട്ടത്തും നടത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം. വല്ലവരുടെയും പാടത്ത് പണിയെടുക്കുക, അവരുടെ കുടികിടപ്പുകാരായി അവരുടെ അടിമപ്പണി ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുക, ഇതായിരുന്നു കേരളത്തില് സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ അവസ്ഥ. അതിന് മാറ്റം വന്നു. ഇന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തി. അന്ന് പഠിക്കാൻ അവകാശമില്ല. നമുക്കറിയാമല്ലോ, പഞ്ചമി എന്ന കുട്ടി പഠിക്കാൻ പോയപ്പോ സ്കൂള് കത്തിച്ച നാട്. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പാടത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ച് സധൈര്യം അതിനുവേണ്ടി പോരാടി. അവസാനം ജന്മിമാർക്ക് മുട്ടുമുടക്കേണ്ടതായി വന്നു. അതിന്റെ ഭാഗമായി വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു മഹാത്മാ അയ്യങ്കാളി.
ഓണം പൊന്നോണമായി ആഘോഷിക്കാൻ ചിന്നൂസ് പൊന്നോണ മഹോത്സവം. ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 16 സ്വർണ്ണ മോതിരങ്ങൾ. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ, കൂടാതെ പട്ടുസാരികളും ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. വെഡിംഗ് പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് 10% മുതൽ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസുമായി ചിന്നൂസ് ഗോൾഡൻ ലൈറ്റ് വെയ്റ്റ് ഫെസ്റ്റ്. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. സഹപാഠികൾ ഒന്നിച്ചു ഓണം ആഘോഷിച്ചു. പടപ്പക്കര സെന്റ് ജോസഫ് ഹൈസ്കൂൾ 1985 SSLC ബാച്ചിന്റെ ഓണാഘോഷവും വാർഷികവും ടൂർ പ്രോഗ്രാമും സംഘടിപ്പിച്ചു. ഗ്രൂപ്പ് സെക്രട്ടറി ജോൺ വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് വില്യം ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച GST കമ്മീഷണർ ഫാത്തിമ മേഴ്സിയെ അനുമോദിച്ചു. ഗ്രൂപ്പ് ട്രഷറർ സെൽവരാജൻ, രക്ഷാധികാരി സുനിൽ ജെർമിയാസ്, ഷാജി അലോഷ്യസ്, PA രാജു, ജോൺ ഡിക്രൂസ് എന്നിവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future.
Our specially designed 100 plus A plus coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കുണ്ടറ വലിയ പള്ളിയിൽ ഓണം മൂഡ് 2025. കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഓണം മൂഡ് 2025 ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണക്കളികളും വിനോദ മത്സരങ്ങളും ഉറിയടിയും നടന്നു. ഫാദർ പി തോമസ്, ഫാദർ EY ജോൺസൺ, എബ്രഹാം വർഗീസ്, റിജിൻ എസ് പണിക്കർ, രാഹുൽ ടി പണിക്കർ, ജൂബിറ്റ് വർഗീസ്, അഖില ജിനു വിൻസെന്റ്, ആശിഷ് ബിജു, ബിബിൻ എം പണിക്കർ, ബേബി എ പണിക്കർ, ആർ റിയാമോൾ, ജെ കോശിപ്പണിക്കർ, ജോഷുവ ടി പണിക്കർ, നിതിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9441119980. നബിദിന സമ്മേളനം കൊറ്റങ്കര മേക്കോൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നബിദിന സമ്മേളനം നടന്നു. ജമാഅത്ത് പ്രസിഡന്റ് ശിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ഇമാം ഹസൻ റഷാദി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് സെക്രട്ടറി നൂറുദ്ദീൻ കുട്ടി, ജോയിന്റ് സെക്രട്ടറി നസീർ മേക്കോൺ, അബ്ദുൽ അസീസ്, മുഹമ്മദ് ഇക്ബാൽ മേക്കോൺ, ഷെരീഫ്, മുഹമ്മദ് നജീബ്, ശിഹാബുദ്ദീൻ, സഖീർ ഹുസൈൻ, ഡോക്ടർ മുഹമ്മദ് ഹനീഫ, മുഹമ്മദ് നിയാസ്, അബ്ദുൽ ഫത്താഹ്, നൌഷാദ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. പൂരാടോത്സവം നടത്തി. പേരയം പഞ്ചായത്ത് 6-ാം വാർഡ് നന്മയുടെ ഗ്രാമം പൂരാടോത്സവം നടത്തി. 40 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ്, പച്ചക്കറി, പഴം, കിടപ്പ് രോഗികൾക്ക് ഓണക്കിറ്റ്, മരുന്ന് കിറ്റ്, ഒറ്റപ്പെട്ട വീടുകളിൽ ഓണക്കോടി, അനാഥ മന്ദിരങ്ങളിൽ ഓണസദ്യ
മികച്ച പ്രതിഭകളെ ആദരിക്കൽ എന്നിവ നടത്തി. അത്തപ്പൂക്കള മത്സരം, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാൾഡുവിൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം പി രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുരേഷ്, അരുൺ അലക്സ്, റൈച്ചൽ ജോൺസൺ, സുജ, ലതിക, കരുണാകര പണിക്കർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥലോക പ്രചാരണം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുഖമാസികയായ ഗ്രന്ഥലോകത്തിന്റെ വരിസംഖ്യ ചേർക്കുന്നതിന്റെ ഭാഗമായി പുനക്കുന്നൂർ ദേശസേവിനി ഗ്രന്ഥശാലയുടെ ആദ്യ വരിസംഖ്യ മലയാളം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ അശോക് ഡിക്രൂസിൽ നിന്ന് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ ഏറ്റുവാങ്ങി. ലൈബ്രറി സെക്രട്ടറി എസ് മണികണ്ഠൻപിള്ള, പ്രസിഡന്റ് കെ ബിജു എന്നിവർ പങ്കെടുത്തു. റോൾ ബോളിൽ സംസ്ഥാന താരങ്ങളായി സഹോദരങ്ങൾ. സംസ്ഥാന റോൾ ബോൾ മത്സരത്തിൽ പങ്കെടുത്ത സ്വർണ്ണ മെഡലുകൾ നേടി ഒരു വീട്ടിൽ നിന്നും 3 മിന്നും താരങ്ങൾ. കൊല്ലത്ത് നടന്ന കേരള റോൾ ബോൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ മിനി വിഭാഗത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമിൽ ഇടം നേടി ഗോൾഡ് മെഡലുകൾ കരസ്ഥമാക്കിയ സഹോദരങ്ങളായ ഹാരിഷ് ഹരി, ഹരിത് ഹരി, ഹസ്നിക ഹരി എന്നിവർ എഴുകോൺ ഹരികൃഷ്ണ നിവാസിൽ ഹരികൃഷ്ണന്റെയും കാർത്തികയുടെയും മക്കളാണ്. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 21 ചിത്രങ്ങൾ 6 മുതൽ പ്രതിഖം വരെയുള്ള ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ ഈ ഓണ തിരക്ക് ഒക്കെ ഒഴിയുമ്പോൾ സിനിമകൾ കണ്ടിട്ടില്ലാത്തവർ ആ സിനിമകളെല്ലാം ഒന്ന് കാണണം എന്നാണ് അഭ്യർത്ഥന. ഒപ്പം ലൈല ക്രിയേഷൻസിന്റെ 2ാമത്തെ ഓണാഘോഷ പരിപാടികൾ ഞങ്ങൾ 3 ഭാഗങ്ങളായി പ്രസിദ്ധീകരിക്കുന്നു. 2 ഭാഗങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ആ ഭാഗങ്ങൾ കൂടി താങ്കൾ കണ്ട് അഭിപ്രായം അറിയിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുപുത്തൻ ടീമിന്റെ സ്നേഹം, ആദരം.